ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മൾ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാം ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇപ്പോൾ കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മൾ ലോങ് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സാം ആയതുകൊണ്ട് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാൻ അത്രയ്ക്ക് അങ്ങോട്ട് സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ്. ഇപ്പോഴാകുമ്പം എല്ലാവരും ഫ്രീ ആണ്, ഓണം വെക്കേഷനായി, എക്സാമൊക്കെ കഴിഞ്ഞു, അങ്ങനത്തെ ഒരു ഇതിലിരിക്കുവാണല്ലോ. അപ്പം ഇപ്പോൾ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എന്തായാലും നമ്മൾ പഠിക്കുന്നത് മാത്സ് ആണ്. രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ടാണ് പഠിക്കുന്നത്. വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും നേരമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് മാത്സ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാറ്റർഡേ സൺഡേ പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും എനിക്ക് എന്തോ ഒരു പ്രശ്നം എവിടെയൊക്കെയോ ഉള്ള പോലെ തോന്നി. അതായത് എല്ലാ ലെസണിലെയും എല്ലാ ക്വസ്റ്റ്യൻസൊന്നും ചെയ്ത് തീർക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ 2 ദിവസം കൊണ്ട്. അതിന് മുന്നേ നമ്മളതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഒരു റിവിഷൻ പോലെ നമുക്ക് എല്ലാ ലെസണിലും ഒന്നും ചെയ്ത് നോക്കാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ ചെയ്ത് നോക്കാത്ത ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒരു സൈറ്റിൽ കയറിയിട്ട് എങ്ങനെ ചെയ്യേണ്ടതെങ്കിലും നോക്കി വെച്ചിട്ട് പോവാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ സൈറ്റിൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഇതുപോലെ ഇങ്ങനെ ഇക്വേഷൻസ്, ഫോർമുലാസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. അതും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാ ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പം നമ്മൾ ഓൾറെഡി ചെയ്തതായിരിക്കും, എന്നാലും എങ്ങനെയാണ് ചെയ്യാമെന്ന് മറന്നു പോവും. അതൊരു 3-4 പ്രാവശ്യം ചെയ്ത് പഠിച്ചാലേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യാമെന്നും കൂടെ നോക്കി വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് നമുക്ക് എക്സാമിൻ്റെ ഈ രാവിലെ എണീറ്റ് തീർക്കുന്നതിന് പകരം തലേന്ന് ഇരുന്ന് തീർക്കായിരുന്നു. പക്ഷേ തലേന്ന് തീർക്കാൻ വേണ്ടി ഇരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ അറിയാണ്ട് സോഫ കിടന്ന് ഉറങ്ങിപ്പോയി. കാരണം എനിക്കൊരു സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ തലേ ദിവസം രാത്രി സോഫയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ റിവൈസ് ചെയ്യായിരുന്നു. പിന്നെ അമ്മ രാവിലെ വിളിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായി നമ്മൾ അവിടെ കിടന്ന് ശരിക്കും ഉറങ്ങിപ്പോയി എന്നുള്ള കാര്യം. അപ്പം എന്തൊക്കെയായാലും നമ്മൾ രാവിലെ എണീറ്റ് തട്ടിക്കൂടി റിവിഷനൊക്കെ നടത്തിയിട്ട് വേഗം പോയി റെഡി ആയിട്ട് എക്സാം എഴുതാൻ വേണ്ടി പോവുകയാണ്. ആക്ച്വലി എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിൽ ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാരണം ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. എക്സാം ഞാൻ വീട്ടിൽ പറഞ്ഞത് കുഴപ്പമില്ല. അതെ ഗൈസ്, എക്സാം ഞാൻ വിചാരിച്ച പോലെ അത്രയ്ക്ക് അങ്ങോട്ട് എളുപ്പമൊന്നും ആയിരുന്നില്ല. മേ ബി ഞാൻ അത്രയും ബേസിക് ആയിട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. എനിക്കാണെങ്കിൽ ഭയങ്കര ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും ചെയ്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ലൈക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം, പക്ഷേ ചെയ്തിട്ട് കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു 3-4 പ്രാവശ്യം ചെയ്ത് നോക്കി, എന്നിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല. എങ്ങനത്തെ ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 2 + 2 = 4 എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡും അറിയാം, എല്ലാം അറിയാം, പക്ഷേ പ്രൂവ് ആവുന്നില്ല. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മാത്സ് എക്സാമിൻ്റെ അവസ്ഥ. പിന്നെ വീട്ടിൽ വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. തലേ ദിവസം മേടിച്ച് ബാക്കി വന്ന പാലിൻ്റെ പായസം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുടിച്ചു. അപ്പോൾ തന്നെ നമുക്ക് ഉച്ചയ്ക്കത്തെ ലഞ്ചായിട്ട് പൂരിയും മുട്ടക്കറിയും കൊണ്ട് തന്നു. അപ്പോൾ നമ്മൾ അതും കഴിച്ചു. എന്നിട്ട് നമ്മൾ നേരെ ഒരു ഉറക്കം അങ്ങോട്ട് പാസ്സാക്കി. ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ യൂണിഫോമെങ്കിലും മാറ്റാൻ പോകുന്നത്. അതും കഴിഞ്ഞിട്ട് ഒരു മെയിൽ എഴുകലൊക്കെ പാസ്സാക്കിയിട്ട് നമുക്ക് അടുത്ത എക്സാമിന് പഠിക്കാനുണ്ട്. അടുത്ത എക്സാമിന് പിന്നെ ആകെയുള്ളൊരു സമാധാനം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഫ്രീ ഉണ്ട്. അത് നമുക്ക് സ്റ്റഡി ലീവായിട്ട് തന്നതല്ല. ആ ടൈമിൽ ബയോളജിയോ ഹിന്ദിയോ മലയാളമോ അങ്ങനെ എന്തോ എക്സാമാണ്. നമുക്ക് ഈ സബ്ജക്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ ദിവസം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഫ്രീ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്ന് എനിക്ക് പഠിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു, നമുക്ക് ഇന്ന് തന്നെ കുറേയൊക്കെ തീർക്കണം, എന്നാൽ അടുത്ത ദിവസം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം, അടുത്ത ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാം, അടുത്ത ദിവസം നേരത്തെ കിടന്നുറങ്ങാം. അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള പ്ലാനായിരുന്നു എൻ്റെ തലയിൽ മൊത്തം. പക്ഷേ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ഒബ്വിയസ്ലി ഈ പ്ലാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം. ആൻഡ് ബൈ ദ വേ നമ്മൾ അടുത്ത എക്സാം ഫിസിക്സ് ആണ്. അതായിരുന്നു നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഈ നോക്കുന്ന പാഠം ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി എന്നുള്ളൊരു സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. അതിനൊരു 1-1.5 മണിക്കൂറോ മതി ഈ ഒരു പാഠം തീർക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അറിയുന്ന ഒരു പാഠം വെച്ച് തുടങ്ങാം, എന്നാൽ അത് വേഗം തീരുമ്പോഴേക്കും നമുക്കൊരു മോട്ടിവേഷൻ ആകുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതെടുത്തിരിക്കുന്നത്. അങ്ങനെ 6 മണിക്ക് നമ്മൾ പഠിക്കാൻ ഇരുന്നിട്ട് ആ ഒരു ചാപ്റ്റർ ഒറ്റയടിക്ക് അങ്ങ് തീർത്തേക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്ന നമ്മൾ ആ ഒരു ചാപ്റ്റർ തീരാറായപ്പോഴേക്കും അങ്ങോട്ട് ചെറുതായിട്ടൊരു മടുപ്പോ ചെറുതായിട്ടൊരു മടിയോ എന്തോ വന്നു. കാരണം അടുത്ത ദിവസം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കല്ലേ. പിന്നെ നമ്മൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാരാ നടന്നിട്ട് അവസാനം എനിക്കില്ലാത്ത മൂഡും ഇല്ലാത്ത മോട്ടിവേഷനും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട് ഈ പാഠം തീർക്കാൻ തന്നെ വിചാരിച്ചു. അങ്ങനെ നമുക്ക് ബാക്കി റിവൈസ് ചെയ്യാൻ വന്നൊരു 3-4 പേജസ് കുത്തിയിരുന്ന് പഠിച്ചിട്ട് പഠിക്കല്ല റിവൈസ് ചെയ്യാന്നെ, എന്നിട്ട് ആ ചാപ്റ്റർ ഒന്നും കൂടെ മൊത്തത്തിലൊന്ന് ഓടിച്ച് റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ആദ്യം ഈ പാഠം മര്യാദയ്ക്കിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്കൊരു ബ്രേക്ക്, അതും കുറച്ച് നീണ്ട ബ്രേക്ക് ആയതുകൊണ്ട് ഇതൊന്നും കൂടെ മൊത്തത്തിലൊന്ന് റിവൈസ് ചെയ്താലേ നമുക്ക് അതിൻ്റെ ഒരു കണക്ഷൻ കിട്ടത്തുള്ളൂ. കണക്ഷൻ മാത്രമല്ല, ഇത് മൊത്തത്തിൽ ഒന്നും കൂടെ റിവൈസ് ചെയ്തു എന്ന് നമുക്ക് നമ്മളെ മനസ്സിൽ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഇടയ്ക്കൊന്നും ആ ചാപ്റ്റർ എടുത്ത് നോക്കേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഈ ചാപ്റ്ററൊക്കെ റിവൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ അടുക്കളയിൽ നല്ല മണം വരുന്നുണ്ടായിരുന്നു.
ഞണ്ട് റോസ്റ്റ് എന്നൊക്കെ പറയാമെന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മൾ ആദ്യമായിട്ടാണ് വീട്ടിൽ ഞണ്ട് മേടിക്കുന്നതും ആദ്യമായിട്ടാണ് ഞാൻ ഞണ്ട് കഴിക്കാൻ പോകുന്നതും. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം ആ ചാപ്റ്റർ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വന്ന് ചോറ് കഴിച്ചു. എൻ്റെ ആവശ്യത്തിന് സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറ് കഴിച്ചിട്ട് സമയം കളയേണ്ട വിചാരിച്ച് നമ്മൾ ക്ലാസ് കാണാനാണ് പോയത്. ആൻഡ് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ക്ലാസ് കാണുമ്പോൾ തന്നെ എനിക്ക് ആവശ്യത്തിന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് വെറുതെ ഇങ്ങനെ ലേറ്റ് ആയി കഴിഞ്ഞിട്ട് വെറുതെ ടാബിൽ അതും ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ ഉറക്കം വരലുണ്ട്. അതിൻ്റെ കൂടെ കാണുന്ന കാര്യം ക്ലാസ്സും കൂടെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ പിന്നെ വിചാരിച്ചു ഓക്കെ നമുക്ക് മുഖമൊക്കെ കഴുകി ഒന്നും കൂടെ ഒന്ന് വൃത്തിയായിട്ട് പോയിരിക്കാമെന്ന്. പിന്നെ നേരെ വെള്ളം എടുക്കാനാണ് പോയത്. എനിക്കിങ്ങനെ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയൊരു ശീലമാണ് ഈ വെള്ളം കുടി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അപ്പം എനിക്ക് തന്നെ ഒരു റിഫ്രഷ്മെൻ്റ് ആയിട്ട് തോന്നലുണ്ട്, അതുകൊണ്ടാണ്. ഞാനിപ്പോൾ കാണുന്നത് ഫിസിക്സിൻ്റെ 4th ചാപ്റ്ററിൻ്റെ ക്ലാസ്സാണ്. അതാണെങ്കിൽ ഒരു 3 അവറിൻ്റെ മേളിലുണ്ടായിരുന്നു. ആ ചാപ്റ്ററിൻ്റെ ABCD എനിക്ക് അറിയാത്തത് കൊണ്ട് ആ ക്ലാസ് കാണുകയും വേണം, പിന്നെ അത് കുത്തിയിരുന്ന് പഠിക്കുകയും വേണം. ബാക്കിയുള്ള ചാപ്റ്റർ പോലെ ഇതിനെക്കുറിച്ച് ഒരു തേങ്ങ എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെറിയ രീതിക്കെങ്കിലും തീരുമാനമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എക്സാമിൻ്റെ തൊട്ട് മുന്നേ ഈ ചാപ്റ്റർ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ചാപ്റ്റർ ആണെങ്കിൽ എക്സാമിൻ്റെ തൊട്ട് മുന്നേ പിന്നെയും നമുക്ക് നോക്കിയിട്ടൊക്കെ പോവാം. പക്ഷേ ഇത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ക്ലാസ്സിൽ ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ നോട്ട്സൊക്കെ ഞാൻ നേരത്തെ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ക്ലാസ് കാണുന്ന പാതിരാത്രി എന്നൊന്നുമില്ല, എപ്പോൾ ക്ലാസ് കണ്ടാലും എനിക്ക് നന്നായിട്ട് ഉറക്കം വരുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ സമയം 1:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ കോളിൽ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇരിക്കത്തേ ഉണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും നമ്മൾ രണ്ടുപേരും ടൈമറൊക്കെ വെച്ചിട്ടെങ്കിൽ ഇരുന്ന് പഠിക്കാമെന്നൊക്കെ വിചാരിച്ചു. പോമോഡോറയുടെ ടൈമറൊക്കെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് സമയത്തിൻ്റെ ഇടയിൽ 10 മിനിറ്റ് ബ്രേക്ക് വരും. ആ ഒരു 10 മിനിറ്റ് ബ്രേക്ക് നമ്മളെടുത്ത് വരുമ്പോഴേക്കും 1/2 മണിക്കൂറാവും. പിന്നെ മാത്രമല്ല ഞാൻ ഈ ക്ലാസ് കാണുന്ന പരിപാടി ഈ രാത്രി സമയത്തേക്ക് ആക്കിയതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പം ഈ രാത്രി സമയമാകുമ്പോൾ വായിച്ച് പഠിക്കുമ്പോഴും പെട്ടെന്ന് ഉറക്കം വരലുണ്ട്. അപ്പം ഒന്നും തലയിൽ കയറത്തില്ല. അതിലും നല്ല ക്ലാസ് കാണുമ്പോൾ കുറച്ചെങ്കിലും മനസ്സിലാവും. അങ്ങനെയൊക്കെ വെച്ച് നോക്കിയിട്ടാണ് ഞാൻ അങ്ങനെ ഇരുന്നത്. പിന്നെ മാത്രമല്ല ഈ പാതിരാത്രിക്ക് അമ്മ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു. മേ ബി ഈ പാതിരാത്രി ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നതിൻ്റെ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും എന്നൊക്കെ പറയാം. പക്ഷേ എൻ്റെ അമ്മ ഇപ്പോൾ എപ്പോഴും പറയല് തലേ ദിവസം ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കാണ്ട് നേരത്തെ എല്ലാം പഠിച്ച് തീർത്തിട്ട് തലേ ദിവസം ഇങ്ങനെ ഒന്നും പഠിക്കാണ്ട് ഇങ്ങനെ നടക്കണം എന്നൊക്കെയാണ് പറയല്. പക്ഷേ എൻ്റെ ലൈഫിൽ ഇതുവരെ അത് പ്രാക്ടിക്കലായിട്ടില്ല. ഞാൻ തലേ ദിവസം മാത്രം കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ഇനിയിപ്പോൾ മുന്നേ നമ്മൾ എത്ര തീർത്തെന്ന് പറഞ്ഞാലും എനിക്ക് തലേ ദിവസം ഇങ്ങനെ ഇരുന്ന് പഠിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. എനിക്കും അറിയില്ല അത് എന്ത് അസുഖമാണ്. എപ്പോൾ എക്സാം ഉണ്ടായി കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ തലേ ദിവസം ഇരുന്ന് പഠിക്കുന്ന കണ്ടിട്ട് എൻ്റെ അമ്മയപ്പം പറയുന്നുണ്ട് എനിക്ക് നേരത്തെ ഈ പോർഷൻസൊക്കെ തീർത്ത് വെച്ചായിരുന്നെങ്കിൽ വല്ല കാര്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇരുന്ന് പഠിക്കേണ്ടതെന്നൊക്കെ ചോദിക്കലുണ്ട്. പക്ഷെ എന്താ പറയുക, അങ്ങനെ നടക്കില്ല. അപ്പം എനിക്കിതിൻ്റെ ഇടയിലൊക്കെ പറ്റിയൊരു അബദ്ധം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ കെമിസ്ട്രിയിലും ഫിസിക്സിലും അവരുടെ പോർഷൻസ് തന്നത് 5 ചാപ്റ്റേഴ്സാണ്. അപ്പം ഞാൻ ആദ്യത്തെ ഒരു 3 ചാപ്റ്റേഴ്സ് എല്ലാത്തിൻ്റെയും, അതായത് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മര്യാദയ്ക്കൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 4ഉം 5ഉം ആയിരുന്നു എപ്പോഴും ഈ ഫിസിക്സിലും കെമിസ്ട്രിയിലും പെൻഡിങ്ങിലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം ഇവർ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് ഉണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ലാസ്റ്റ് മുതൽ കവർ ചെയ്ത് വരാമെന്ന് വിചാരിച്ചിട്ട് 2ൻ്റെയും 5th ലെസൺ ക്ലാസ് കണ്ട് നോട്ട്സ് എഴുതി മനസ്സിലാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെ നോക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ പറയുന്നത് 5ാമത്തെ ചാപ്റ്റേഴ്സ് ഇല്ല എന്നുള്ള കാര്യം. അത് കുറച്ച് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് ആ സമയം കൊണ്ട് 4ാമത്തെ ചാപ്റ്റേഴ്സ് നോക്കായിരുന്നു. അങ്ങനത്തെ ഒരു അബദ്ധം എനിക്ക് പറ്റിപ്പോയി. അതിപ്പോൾ എൻ്റെ സൈഡിലെ പ്രശ്നമാണോ ഒരു സൈഡിലെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. പ്രശ്നം എന്തായാലും പ്രശ്നം തന്നെയാണ്. ആൻഡ് ഗൈസ് നമ്മൾ ടീ ബ്രേക്ക് ആയി. ഹലോ ഗൈസ്, നമ്മൾ രണ്ടുപേരും ഇന്നൊരു കമ്പൈൻ സ്റ്റഡി നടത്തിയായിരുന്നു. അപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്ക് ഉള്ള സമയമാണ്. ഹെപ്സിബ വർഗീസും ഒന്നും തന്നെ പഠിച്ചിട്ടില്ല. അപ്പൊ അവിടെ വീഡിയോ കണ്ട് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു. ആൻഡ് അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. സോ നിങ്ങൾക്കും ഇതിന് ജോയിൻ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ചായ ഇടാൻ പോവാണ്. നമുക്ക് ചായ ഇടുന്നതിലോട്ട് കിടക്കാം. റെസിപ്പി അറിയില്ലേ? റെസിപ്പി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓട്ടോറേറ്റ് ചെയ്തോട്ടെ. നമ്മൾ ആദ്യം ഇവിടെ ഒരു ഇൻഡക്ഷൻ കുക്കർ കാണാൻ പറ്റും. നമ്മൾ ആദ്യം ഇങ്ങോട്ട് പോകുമ്പോ നമുക്ക് എന്താ, അയ്യോ ഇതിനകത്ത് പിടിയില്ലല്ലേ, ഒരു മിനിറ്റ് ഗൈസ്. ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ പാത്രം ഇരിക്കുന്നത്. എടുക്കുന്നുണ്ടോ ശരിക്കും? ഇതിനകത്ത് നിറച്ച് വെള്ളം ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ചെറിയ പാത്രത്തിലാണ് നമ്മള് ചായ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ആ പാത്രം അങ്ങോട്ട് എടുക്കാം.
അങ്ങനെ ദിവസം നമ്മൾ ഒരുവിധം ചായയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പാൽച്ചായ അങ്ങനെ കുടിക്കില്ല, പിന്നെയും കുടിക്കുന്നത് കോഫിയാണ്. ഞാൻ എന്തായാലും ഇപ്പോൾ കട്ടൻ കാപ്പിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അവിടെ എന്തെങ്കിലും കഴിക്കാനിരിക്കുന്നുണ്ടോ നോക്കിയാൽ നമുക്ക് പാർലേജി ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റാണ് കിട്ടിയത്. പിന്നെ അതും എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി. പിന്നെ നമ്മൾ 4 മണിക്കൂറിൻ്റെ ഒരു ടൈമർ വെച്ചിട്ടാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കാനിരുന്നത്. നമുക്ക് എപ്പോഴും ഇങ്ങനെ നമ്മൾ രാത്രി ഇങ്ങനെ ഒന്നിച്ച് വന്ന് പഠിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബ്രേക്ക് ഉണ്ടാവും. ഈ ഒരു ബ്രേക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കാനിരിക്കാറ്. ആൻഡ് ലുക്ക് അറ്റ് ദ ടൈം ഗൈസ്, 4:32 അതും വെളുപ്പിനെയാണ്, വൈകുന്നേരമല്ല. ആൻഡ് നമ്മൾ ഇത്രയും നേരമൊക്കെ ഇരിക്കുന്ന സമയത്താണ് നമ്മളൊരു അരമണിക്കൂർ ബ്രേക്ക് എടുക്കലുണ്ട്, ഒരു 3:30 ആകുമ്പോഴേക്കും. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്ലിപ്പ് കണ്ടാൽ മനസ്സിലാവും എനിക്ക് നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ എന്നെ തന്നെ ഇനിയും കൂടുതൽ സ്ട്രെയിൻ ചെയ്യാതെ ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോകുമായിരുന്നു. 5 മണി കഴിഞ്ഞപ്പോഴേക്കാണ് നമ്മൾ ഉറങ്ങാൻ പോയത്. ആൻഡ് ഇത്രയും നേരമൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു അരമണിക്കൂർ ബ്രേക്ക് നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യലുണ്ട്. ആ ബ്രേക്കിൻ്റെ ഇടയിൽ നമ്മൾ ഒന്നിച്ച് പോയി ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് തിന്നാൻ വല്ലതും എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്ത് ഒന്നിച്ച് എന്തെങ്കിലുമൊക്കെ ഉപ്പും മുളകും എന്തെങ്കിലുമൊക്കെ കണ്ട് സംസാരിച്ചൊക്കെയാണ് അത്രയും സമയം സ്പെൻഡ് ചെയ്യൽ. നല്ല രസമാണ്. ആൻഡ് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഈ പാതിരാത്രി പഠിക്കാനിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വരുമ്പം ഇൻട്രസ്റ്റ് കൂടും. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എക്സാം ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പം ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ശരി എന്നാൽ.